പുറത്തൊക്കെ പോകുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. സൺസ്ക്രീൻ പോലെ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറും കൂടിയാണ്. അടിപൊളിയാണ്. ലുക്കൊക്കെ ആകെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെയല്ലേ മുഖം കഴുകാറുണ്ട്. നല്ല ഗ്ലോ ഒക്കെ വരും. നല്ല രസമാണ്. നമുക്ക് 2 വാങ്ങിക്കാം. ഹോട്ടലിലാണ് സാരി വരുന്നത്. ഞാനൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ പാരലലി ചെയ്യുന്ന ബിസിനസ് ആണ്. ഇതൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. ഇത് മൾക്കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. അപ്പോ ഇവിടെ ഫുൾ ഫുഡിങ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കാണുമ്പോൾ നല്ല ഫുഡും ഉണ്ട് ഇവിടെ. ഇവിടെ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെ ദോശ, ഇഡ്ഡലി, അങ്ങനെ എല്ലാ പരിപാടിയും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കാണ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫുഡും ഉണ്ട്. വെജിറ്റേറിയൻ ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഉദ്ദേശിക്കുന്ന ദോശ നമ്മൾ മസാല ദോശയൊക്കെയാണ്. അതുപോലെ തന്നെ ബീഫ് കറി, മട്ടൻ കറി, ഓംലേറ്റ്, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. സൂപ്പർ സാധനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശൊക്കെ ഉണ്ട്, ടോക്കൺ സംഭവങ്ങളൊക്കെ ഉണ്ട്. വില കുറവാണ്, വലിയ വിലയൊന്നുമില്ല. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആനക്കോട്ട റോഡിന് കേട്ടോ, ഈ ഗുരുവായൂര് ആനക്കോട്ട റോഡിന് ഈ കുട്ടാടൻ നിറവ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷ്യ വിപണന മേള നടക്കുന്നുണ്ട്. ഭക്ഷ്യമേള. അവിടെ തന്നെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ എക്സിബിഷന് കാണുന്ന പോലെ തന്നെ ഐസ്ക്രീം പരിപാടികൾ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കായ ബജ്ജി, അതുപോലെ തന്നെ മുളക് ബജ്ജി, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഖാദിയുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പത്മിനി സാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാറിന്റെ ഒക്കെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാറിന്റെ എക്സ്പോ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഇന്ന് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നത് കളരി ഫൈറ്റ് ആണ് കേട്ടോ മൊത്തം നടക്കുന്നത്. അത് കുട്ടികളെ മുതല്, വളരെ കുഞ്ഞു കുട്ടികൾ മുതല് പിന്നെ വലിയ ആൾക്കാർ വരെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ്. വടിത്തല്ല്, കത്തിക്കുത്ത്, അതുപോലെ തന്നെ ഫൈറ്റ്, ഐസ്ക്രീം സ്റ്റാളുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ സ്റ്റാളുകളുണ്ട്. നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ് ഐറ്റംസ് ആട്ടോ. ഇത് നമ്മുടെ നാടനാണ് മാങ്ങ. അതൊക്കെ നാടൻ മാങ്ങയാണ്. അതെ അല്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് പൊട്ടിച്ചുള്ള മാങ്ങകൾ. ചക്കണ്ട്, മാങ്ങണ്ട്, പലതരത്തിലുള്ള മാങ്ങ. പുറത്തുനിന്നല്ല, നമ്മളിവിടെ ഉണ്ടായിട്ടുള്ള ഐറ്റംസ് ആണ്. പലതരത്തിലുള്ള മാങ്ങയല്ലേ, പല വിധത്തിലുള്ള മാങ്ങകളുണ്ട്. മൂവാണ്ടൻ. ഇതൊക്കെ എങ്ങനെ വില? 130. ഇത് ഈ കിളിച്ചുണ്ടനാണത്. മല്ലിക. കിളിച്ചുണ്ടൻ അതാവുന്നുണ്ട് അല്ലേ ഇരിക്കുന്ന ഉപ്പിലിടൊക്കെ യൂസ് ചെയ്യുന്നത്. അതിന്റെ മല്ലിക. അപ്പൊ ഇത് ഹെൽത്തി വിഷൻ കാർഡാണ് കേട്ടോ. ഇതാണ് സംഭവം. ഫ്രീ ആണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചെക്കപ്പിന് വേണ്ടിട്ട് നമ്മളെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് ആയിട്ടുള്ള ഒരു ഡോക്ടർ റാണി മേനോൻ, അതുപോലെ തന്നെ സംഭവമാണിത്. അതെ. അപ്പൊ നമ്മുടെ ആശുപത്രി ചെന്നാല് കണ്ണട വെക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയുള്ള ചികിത്സ ഒക്കെ നടത്തും. അതിനുവേണ്ടി വെച്ചില്ല. അപ്പൊ ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇവിടെ ഒരാളുണ്ടാവാറുണ്ട്, ഇവിടെ കാണില്ല. മൺചട്ടികളുണ്ട് ഇവിടെ. മൺചട്ടി ഉണ്ട്. അതുപോലെ തന്നെ മണ്ണോട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. ബുദ്ധൻ, അങ്ങനെ കുറെ ഉണ്ട്. ഇങ്ങനത്തെ കണിക്കൊന്ന പ്ലാസ്റ്റിക്കിനെ കണിക്കൊന്ന ഇത് നല്ല സ്റ്റൈലാണ്. എന്തായാലും ഇത് മണ്ണോണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഈ സാധനം മണ്ണോണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു മിനിറ്റ്. അതുപോലെ കാറ്റത്തൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ആടും. അപ്പൊ നല്ല അമ്മാമ പറയാം, വീഡിയോ പിടിച്ചോളാൻ പറയണം അമ്മാമ. വീഡിയോ പിടിച്ചോ. പിന്നെ ഇവിടെ ഫുഡിന്റെ ഫുഡ് ഐറ്റംസ് മൊത്തം ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഫുഡ് പാനിപൂരി, മസാലപ്പൂരി ഇതൊക്കെ പറഞ്ഞല്ലോ. പൂരികളൊക്കെ ഉണ്ട്. 50 രൂപയ്ക്ക് പപ്സ്, ബർഗർ, ജ്യൂസ്, കട്ട്ലൈറ്റ്, ജ്യൂസ്. ഇത് 3 കൂടി 50 രൂപയ്ക്ക്.
50 രൂപ 50 രൂപ കോംബോ ഓഫർ. അത് കൊള്ളാം. അതല്ലേ, ഓക്കെ. അപ്പൊ ഒരു കട്ട്ലേറ്റ്, ഒരു പപ്സ്, അതുപോലെ തണ്ണിമത്തൻ ജ്യൂസ്, ഇത് മൂന്നും കൂടിയിട്ട് 50 രൂപ ഒരു കോംബോ ഓഫറാണ് കേട്ടോ. അപ്പൊ അത് നിരുവിന് നമ്മൾ മേടിക്കണേ. മേടിച്ചോ. തണ്ണിമത്തൻ ജ്യൂസ് വരുന്നുണ്ട്, ഇപ്പൊ വരും. തണ്ണിമത്തപ്പ് വരും ജ്യൂസ്. അത് അടിച്ചുകൊണ്ടിരിക്കുന്നത് 2025 സീസൺ 4 വേദിയിൽ കളരി അംഗമായ ഗുരുകുലം കളരി സംഘത്തിലെ അംഗങ്ങൾക്കും ജവഹർ ഗുരുക്കൾക്കും കുട്ടാടൻ നിറവ ജ്യൂസ് ഞാനിങ്ങോട്ട് മേടിച്ചു. അടുത്തത് ഉടൻ തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നു. കുറച്ച് കുടിച്ചോട്ടെ. നല്ല മധുരം. കുട്ടാടൻ നിറവ 2025 സീസൺ 4 ഇരിക്കണം. ഈ വേദിയിൽ ആരംഭിക്കുന്നു. ഇതെങ്ങനെ ഇതിന്റെ വില? അതിന്റെ 150 വരും. ഇന്ന് ഫുഡ് കോർട്ടിൽ ചക്ക വരട്ടി, ഇത് കായ വരട്ടി, ചിക്കൻ കുറുക്കുണ്ടാക്കുന്നത്, ബീഫ്, മുളക് വെച്ചുള്ള ബീഫ് കറി, കേരള ചില്ലി ചിക്കൻ, ചാമക്കാടൻ മീൻ വെള്ളക്കറി, ചക്കപ്പൊടിയാണ്, ചക്കപ്പൊടി എന്ന് പറയും. ഇടുക്കി ഗോൾഡ് കപ്പ ബിരിയാണി, ചക്കപ്പൊടി. ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി സാധനങ്ങളാണ്. ഉപ്പിലിട്ടത്, അങ്ങനെ ഒരു ഐറ്റം. നാളെ ഈ വേദിയിൽ ഗ്രാമീണ സർഗോത്സവം, തുടർന്ന് പഴുതാര എന്ന ലഘുനാടകം അവതരണം, പൂക്കോട് നടനസഭ. പിന്നെ അതുപോലെ തന്നെ നമ്മള് മറ്റേ ഈ കായ ബജ്ജികള്, അതുപോലെ തന്നെ ഈ കോളിഫ്ലവർ വറുത്തത്, അങ്ങനെയുള്ള ഐറ്റംസ്. ഫേവറേറ്റ് സാധനം കോളിഫ്ലവർ, അങ്ങനെയുള്ള ഐറ്റംസുകളുണ്ട്. അങ്ങനെ പിന്നെ ചായ ഉണ്ട്, നല്ല ടീ, ക്ഷീണം മാറ്റാൻ ഒരു ടീ കുടിക്കാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ. അത്തറുകളുടെ ഒരു കമനീയ ശേഖരത്തിലോട്ട് നമ്മൾ പോകട്ടെ. അത്തറുകൾ. ഇത് എന്താ അത്ര? ബ്ലൂബെറി. ബ്ലൂബെറി എന്ന് പറഞ്ഞ അത്തറ കേട്ടോ, നല്ല മണമുണ്ട് അത്തറിന്. ബ്ലൂബെറി അത്ര മാത്രല്ല, മോതിരം കൂടി ഉണ്ടല്ലേ. അതെ, അത്തറിന്റെ ഇതിൽ ഈ ഊതും അത്തറെന്ന് പറഞ്ഞ സാധനം, ഊത് അതൊക്കെ ഊതാണ് വരുന്നല്ലേ. ഈ ഇരിക്കുന്ന ആ പ്രതിരിക്കുന്ന കംപ്ലീറ്റ് ഊത് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ അത്തറിൽ ഊത് ഇതെന്ന് പറഞ്ഞ സാധനം. അതൊക്കെ നല്ല സ്മെല്ലായിരിക്കും, നല്ല പെർഫ്യൂം എന്ന് പറഞ്ഞതാണ്, നല്ല മണമായിരിക്കും. നല്ല ഐറ്റംസുകളുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് വേണ്ട ടോയ്സുകൾ, ടോയ്സ് ഐറ്റംസുകൾ ഒരുപാടുണ്ട്. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും കുട്ടികൾക്കുള്ളുണ്ട്. അതെന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞു. അങ്ങനെയല്ല, ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞാൽ അങ്ങനെയല്ല. കുഞ്ഞു കുട്ടികൾ മുതൽ ഇച്ചിരി ഇങ്ങനെ പോലെ വലിയ കുട്ടികളായവർക്ക് ടോയ്സുകളുണ്ട്. ഫുഡിന്റെ പരിപാടിയൊക്കെ തുടങ്ങിട്ടോ. ഇത് കുറച്ച് പെർഫ്യൂം ഐറ്റംസ്, അതായത് ഈ ഫേസ് വാഷ്, അതുപോലെ തന്നെ ക്രീമുകൾ, ഇങ്ങനെ ഐറ്റംസുകളൊക്കെ. ഓർഗാനിക് പ്രൊഡക്ട്സ് ആണല്ലേ, ഓർഗാനിക് ഓണിവിക്സിന്റെ. അതെ അല്ലേ. ഈ എന്താ പറയാ, അങ്ങനത്തെ ഐറ്റം ചായപ്പൊടിയിലൊക്കെ ഡൈ ചേർത്തിട്ടാണ് വരുന്നത്. കണ്ണന്തേനിലൊക്കെ ഡൈ ഉണ്ടാവില്ല, നമ്മൾ പച്ചവെള്ളത്തിൽ ഗോൾഡൻ കളറായിട്ട് നിൽക്കുക. അതെ അല്ലേ. ഈ നമ്മുടെ എന്താ പറയാ ക്രീമില്ലേ, ഫേസ് ക്രീം വരുന്നത്, അതെങ്ങനത്തെ വരുന്നത്? ഡെയിലി മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. ഡെയിലി മോയ്സ്ചറൈസിംഗ്. നൈറ്റ് ക്രീമാണ് ഇത്. സൺസ്ക്രീൻ ഉണ്ട് ചേച്ചി. ഇത് അതെ അല്ലേ.
ഓർഗാനിക് പ്രൊഡക്ട്സ് മാത്രം. സൺസ്ക്രീം ഇല്ലേ അതല്ലേ ഇത് വരുന്നത്. പിന്നെ ഇത് കുഞ്ഞു സോപ്പ് നമ്മൾ കുങ്കുമപ്പൂവും ചന്ദനവും കൂടി ചേർന്നിട്ട് മുഖം കഴുകാൻ മാത്രം യൂസ് ചെയ്യുന്നത്. ഊണിബിക്കിന്റെ പ്രൊഡക്റ്റ് മൊത്തല്ലേ? ഊണിബിക്കിന്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഓണിക്സിന്റെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ്. ഇത് പകല് നമുക്ക് യൂസ് ചെയ്യാം. അല്ല ഞാന് മറ്റേതാ ഉപയോഗിക്കുന്നത് നമ്മുടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. സൺസ്ക്രീൻ പോലെ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറും കൂടിയാണ്. അടിപൊളിയാണ്. ലുക്കൊക്കെ ആകെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുപോലെ തന്നെ ഇതും ഇതും അതേപോലെ തന്നെ മുഖം കഴുകാൻ നല്ല ഗ്ലോ ഒക്കെ വരും. നല്ല രസമാണ്. നമുക്ക് 2 എണ്ണം വാങ്ങിക്കാം. 100-200 വാങ്ങിയ ഒരാഴ്ച ഓർഗാനിക് ആണ്. നമ്മുടെ സ്കിന്നൊന്നും നാശാവില്ല. നമ്മള് അടിപൊളിയായിട്ട് കെമിക്കലില്ലല്ലോ. അതെ അതെ. അപ്പോ ഇവിടെ ഫുൾ ഫുഡിങ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കാണുമ്പോൾ നല്ല ഫുഡും ഉണ്ട് ഇവിടെ. ഇവിടെ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, അങ്ങനെ ദോശ, ഇഡ്ഡലി, അങ്ങനെ എല്ലാ പരിപാടിയും നല്ല ഇഷ്ടപ്പെടുന്ന ആർക്കാണ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫുഡും ഉണ്ട്. വെജിറ്റേറിയൻ ഉണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഉദ്ദേശിക്കുന്ന ദോശ നമ്മൾ മസാല ദോശയൊക്കെയാണ്. അതുപോലെ തന്നെ ബീഫ് കറി, മട്ടൻ കറി, ഓംലേറ്റ്, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. സൂപ്പർ സാധനമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശൊക്കെ ഉണ്ട്, ടോക്കൺ സംഭവമൊക്കെ ഉണ്ട്. വില കുറവാണ്, വലിയ വിലയൊന്നുമില്ല. നല്ല അടിപൊളി ഭക്ഷണം നമുക്ക് ഇവിടെ വന്നാൽ അടിപൊളി ടേസ്റ്റ്. നമ്മളിവിടെ ഷെഫ് ഇവിടെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദോശ നല്ല വലിയ ദോശ ഇടയ്ക്ക് വന്നാലും മസാല ദോശയാണ്. മസാല ദോശ അല്ലെങ്കിൽ നെയർ ദോശ. ഓക്കെ. എന്ത് ദോശയായിട്ട് ഉണ്ടാക്കണേ? എന്ത് ദോശ ഉണ്ടാക്കണേ? മസാല ദോശ അല്ലേ? മസാല ദോശ. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ നമ്മൾ എഴുതി മേടിക്കണം. ഇതൊരു കൂപ്പണാണ് കേട്ടോ. ഭക്ഷ്യമേളുടെ 100 രൂപയാണ് ഇതിൻ്റെ വില. ഒരു ബീഫ് കറി 4 ചപ്പാത്തി അങ്ങനെ തരും. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കൂപ്പൺ എഴുതി മേടിച്ചവർക്ക് അവിടെ പോയി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണ് നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ അപ്പോൾ അത് അവിടെ നമുക്ക് ഈ കൂപ്പൺ ഉണ്ട്. അപ്പം നമുക്ക് മറ്റേ ചിക്കൻ ബിരിയാണി വേണോ, അതുപോലെ മസാല ദോശ വേണോ, അതുപോലെ നെയ്റോസ്റ്റ് വേണോ, നമ്മുടെ ആഗ്രഹം എന്താണോ അത് കഴിക്കേണ്ട കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എഴുതിയിട്ട് ഒരു കൂപ്പൺ തരും. അതിന്റെ ഇത് വരുന്ന റേറ്റ് വരുന്ന ഒരു കൂപ്പൺ തരും. ആ കൂപ്പൺ നമ്മൾ അവിടെ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കടുത്ത് ഫുഡ് കിട്ടും. അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് വന്നു. ഇവിടെ അടിപൊളിയാണ്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇഷ്ടംപോലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചോക്ലേറ്റ്, ചിക്കു, അതുപോലെയുള്ള സ്ട്രോബെറി, ഫുൾ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഐസ്ക്രീമാണ് ഇവിടെ. ലെഫ്റ്റ് സൈഡാണ്, രസമാണ് കമ്പനി. അതുപോലെ നമ്മളിവിടെ ഒരു കാറിനുണ്ട്. എന്താ കാർമേല എക്സ്ചേഞ്ച് ലോൺമേല, അതിലാണ് കാറിന്റെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പരസ്യമാണ്. മാരുതി സുസുക്കിയുടെ സെയിൽ സർവീസസ് ആണ്. ലോണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശുദ്ധികരമായിട്ടുള്ള വെള്ളം നമുക്കിവിടെ നല്ല നല്ല വെള്ളം കുടിക്കാനായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫ്ലാറ്റിലും സംഭവങ്ങളൊക്കെ ഉള്ള ഫിൽട്ടർ മെഷീനാണ്. വീട്ടിലൊക്കെ ഇപ്പൊ നല്ല വെള്ളം കിട്ടാൻ വേണ്ടിട്ട്. ലക്ഷ്യന്റെ പേരെന്താ? ആരോ ഫിൽട്ടർ അല്ലേ? ഓക്കെ. യുടെ മേളാണ് ഇവിടെ. മൊത്തം മുണ്ട് ഐറ്റംസ് ഫുൾ ഉണ്ട്. കായമുണ്ട്, വെള്ളമുണ്ട്, കരമുണ്ട്, അതുപോലെ തന്നെ സാരികൾ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കളറുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ പിന്നെ ഫുള്ള് ഭക്ഷണമാണ്. നമ്മുടെ ചിപ്സ്, അതുപോലെ കടല, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അച്ചാറ്, നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടേക്ക് എത്തുമ്പോ നമ്മള് കാണുന്നത് ഇതാണ്. നമ്മുടെ ഈ ചന്ദനത്തിരിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാനുള്ളതാണ്. കൊതുകൊന്നും വരാണ്ടിരിക്കാനുള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാട്ടുള്ളി തൈലം ഇവിടെ ലഭിക്കും. ചന്ദനം ലേവന, അതുപോലെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് സാധനങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത്. ഇതാണ് ഈ പത്മിനി സാരി എന്ന് പറഞ്ഞല്ലേ?
മോഡലിലാണ് സാരി വരുന്നത്. വരുന്നത് ഞാനൊരു സ്റ്റുഡന്റ് ആണ്, അപ്പൊ പാരലലി ചെയ്യുന്നതാണ്. ചെയ്യുന്ന ബിസിനസ്സാണ്. ബിസിനസ്സാണ്. ഇതൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. ഇത് മൾക്കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ സമ്മർ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും, അതെ, നമ്മുടെ ക്ലൈമറ്റും ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത് ഇതിന്റെയൊക്കെ? ഇത് ആക്ച്വലി നമ്മൾ ഓൺലൈൻ പ്രൈസിൽ വരുമ്പോൾ 1250 അങ്ങനത്തെ പ്രൈസിലാണ് സെല് ചെയ്യാറുള്ളത്. പക്ഷെ ഇങ്ങനത്തെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള പരിപാടികൾ എടുക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ഡൗൺ ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതെ, ഓൺലൈനിൽ ഉണ്ട്. അപ്പൊ കിട്ടും നമുക്ക്. അത് എങ്ങനെ, ഏതാണ് സൈറ്റ്? അതിന്റെ ഇൻസ്റ്റാഗ്രാമില് പത്മിനി സാരി ബസാർന്ന് അടിച്ചാൽ മതി. പേജ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ അത് ആൾക്കാർക്ക് ഒത്തിരി ഉപകാരപ്പെടുമല്ലോ. ഇപ്പൊ നമുക്ക് ഇതിപ്പോ നേരിട്ട് മേടിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈൻ വഴിയിലും മേടിക്കാം. പത്മിനി സാരി എന്ന് ഇൻസ്റ്റയിൽ അടിച്ചാൽ പത്മിനി സാരി ബസാർ അങ്ങനെ അടിക്കണം. ബസാർന്ന് അടിച്ചാൽ വരും. ഇതാണ് ഇതില് കുറച്ചും കൂടി ഒരു ഇതായിട്ട് വരുന്നത്, കളർഫുൾ ആയിട്ട് വരുന്നത് അല്ലേ? നല്ല നല്ല കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ഒരു പ്രയാസം. അതെ, ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ മറ്റേ തൃശ്ശൂര് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാറുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അവിടേക്കൊക്കെ അവിടെയൊക്കെ ഇതിനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നതാണ് അവിടെ. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരനഗരിയല്ലേ, അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ ഒത്തിരി സെയിൽസ് കൂടുതൽ കിട്ടും. അപ്പൊ ഒരുപാട് ആൾക്കാർ അറിയപ്പെടുകയും ചെയ്യും. അപ്പോ കുട്ടാടൻ നിറവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷനാണ് കേട്ടോ. അതായത് ഭക്ഷ്യ വിപണന മേള. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒത്തിരി നമ്മൾ കണ്ടല്ലോ, ഫുഡ് കോർട്ട് കണ്ടു നമ്മള്, അതുപോലെ തന്നെ ഐസ്ക്രീമുകൾ, അതുപോലെ തന്നെ സാരി എക്സ്പോ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ക്രീമുകൾ അങ്ങനെ നല്ല കുറെ ക്രീം സംഭവം കിട്ടി. ക്രീം പ്ലസ് മോയിസ്ചർ, അതേപോലെ സാരീസ് ഒക്കെ ഉണ്ട്. അടിപൊളി സാരികളൊക്കെ അല്ലേ? അത് നല്ല സാരികളൊക്കെ പത്മിനി സാരി എന്ന് പറയും. അപ്പൊ അത് അവര് ഓൺലൈനിലും സെയിൽ ഉണ്ട്. അപ്പൊ അത് നല്ല സാരികളാണ്, നല്ല നല്ല കോട്ടൺ സാരികളാണ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള കോർണർ, അങ്ങനെ അതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട്. നമ്മള് ഫുഡ് വാങ്ങിച്ച അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഗസൽ നടന്നുണ്ട്. അതെ, ഗസൽ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും സൂപ്പറാണിത്. ഇങ്ങനെയുള്ള ഒരു സംഭവം, ഒരു എക്സിബിഷൻ എന്നൊക്കെ പറയണത് എല്ലാ സ്ഥലങ്ങളിലും വെക്കുവാണെങ്കിലും വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഞങ്ങള് വന്നു, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.